ഇറാന്റെ ആണവ വിഷയത്തിൽ നയതന്ത്രപരമായ പരിഹാരം കാണാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു NBC ന്യൂസിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ഇറാൻ കരാറുകൾ ലംഘിച്ചാൽ സൈനിക നടപടിക്ക് അമേരിക്ക മടിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആണവ വിഷയത്തിൽ ചർച്ചകളിലൂടെ ഒരു കരാറിലെത്താനുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ ഇറാൻ നൽകുന്ന ഉറപ്പുകൾ മണിക്കൂറുകൾക്കോ മിനിറ്റുകൾക്കോ ഉള്ളിൽ ലംഘിക്കുന്ന സാഹചര്യത്തിൽ സൈനിക ശക്തി ഉപയോഗിക്കാൻ അദ്ദേഹം മടിക്കില്ല. അതിനാൽ പ്രസിഡന്റിന് അതിനുള്ള അവസരം നൽകണമെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാന്റെ ആണവ മോഹങ്ങളെ ചെറുക്കുന്നതിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സഹകരണത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തിയ ശ്രമങ്ങൾ വിജയം കണ്ടു. ഇത് ഇസ്രായേലിന് മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും എതിരെയുള്ള ഭീഷണി കൂടിയാണ് ഇല്ലാതാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ അവരുടെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിരുന്നു എന്ന കാര്യം പലർക്കും അറിയില്ലെന്ന് നെതന്യാഹു ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ സൈനിക നീക്കങ്ങൾ ഇറാന്റെ പദ്ധതികൾക്ക് വലിയ തിരിച്ചടിയായി. മിഡ് നൈറ്റ് ഹാമർ, എപ്പിക് ഫ്യൂറി എന്നീ പേരുകളിൽ അമേരിക്കയും റൈസിംഗ് ലയൺ, റോറിംഗ് ലയൺ എന്നീ പേരുകളിൽ ഇസ്രായേലും നടത്തിയ സൈനിക നീക്കങ്ങളാണ് ഇറാനെ പിന്നോട്ടടിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ഇറാന്റെ 140 സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക കനത്ത ആക്രമണം നടത്തിയിരുന്നു. കര, നാവിക സേനകളുടെ പോർ വിമാനങ്ങളും ഡ്രോണുകളും യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, നാവിക താവളങ്ങൾ, ആയുധപ്പുരകൾ, വാർത്താവിനിമയ ശൃംഖലകൾ, തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവയാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ഹോർമൂസ് കടലിടുക്കിൽ സൈപ്രസ് പതാക വഹിച്ചുള്ള MV GFS ഗാലക്സി എന്ന ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് അമേരിക്കയുടെ ഈ സൈനിക നീക്കം. പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണ് നിലവിലെ സംഭവ വികാസങ്ങൾ. ഇതിനിടെ ഒമാനിലെ ദുക്മ തുറമുഖത്ത് അമേരിക്കൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ലോജിസ്റ്റിക്സ് സപ്പോർട്ട് സെന്ററുകൾക്കും ഇന്ധനം നിറയ്ക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്കും നേരെ കനത്ത ആക്രമണം നടത്തിയതായി IRGC അവകാശപ്പെട്ടു. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ ഈ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നതായി IRGCയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസിനെ ഉദ്ധരിച്ച് അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാന്റെ പുതിയ ആക്രമണങ്ങളെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ശക്തമായി അപലപിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഔദ്യോഗികമായ നയതന്ത്ര പ്രതിഷേധങ്ങളും ശക്തമായിട്ടുണ്ട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അതേസമയം ഇറാനുമായുള്ള സൈനിക സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കണമെന്ന ആഹ്വാനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസിന് സുരക്ഷ ഒരുക്കുന്നതിന് അമേരിക്കയ്ക്ക് സാമ്പത്തിക പ്രതിഫലം ലഭിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഒരു പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപിന്റെ വിവാദ പരാമർശം. ആഗോളതലത്തിലുള്ള എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ജലപാതയാണിത്. പെർഷ്യൻ ഉൾക്കടലിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യോമാക്രമണങ്ങൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.